Thank you, friends, for watching. Thank you for joining in this live. വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു ബൈബിൾ വാക്യത്തെക്കുറിച്ച് ആണ് സംസാരിക്കുന്നത്. വളരെ അധികം ആളുകൾ ആ വാക്യം ആ രീതി മനസ്സിലാക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ 8 വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 13 അധ്യായം 8 വാക്യം. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. വെളിപാട് പുസ്തകം 13 അധ്യായം 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഇപ്പോ ഈ വാക്യം തെറ്റായ ആളുകൾ മനസ്സിലാക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, ഈ വാക്യം വായിച്ചിട്ട് ആളുകൾ മനസ്സിലാക്കുന്നത് ലോകസ്ഥാപനം മുതൽ കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന. ഇപ്പൊ ഞാൻ ആ വാക്യം വായിച്ചപ്പോ നിങ്ങൾ ചിലർക്കെങ്കിലും അതിന്റെ ആശയം മനസ്സിലായി കാണും. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കേണ്ടത്: ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. വളരെ ക്ലിയർ ആണ്, ഇതാണ് എഴുതിയിരിക്കുന്നത്. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. വെളിപാടാണോ എന്ന് ദീപു റാണി ചോദിച്ചിട്ടുണ്ട് കമന്റില്. ഭാഷാപരമായി വെളിപാട് എന്നുള്ളതാണ് ശരി. മലയാള ഭാഷയോട് നീതി പുലർത്തിയാൽ വെളിപാട് എന്നാണ് പറയേണ്ടത്. പിന്നെ ഈ പ്രത്യേകതരം ചില ഭാഷകൾ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഒരുപാട് സംഭാവനകൾ മലയാള ഭാഷയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ വെളിപ്പാട് നടത്തപ്പെടാനിടയായി തീർന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയും. വെളിപാട് എന്നുള്ളത് കൃത്യമാണ്. സത്യവേദപുസ്തകത്തിൽ വെളിപ്പാട് ഒരു വല്ലാത്ത പെടാപ്പാടാണ്. എന്ത് പാടാന്നറിയത്തില്ല. വെളിപാടാണ് യഥാർത്ഥ മലയാള അർത്ഥം. അപ്പം മലയാള ഭാഷയോട് നീതി പുലർത്തുന്നെങ്കിൽ വെളിപാടെന്ന് പറയുക. പിന്നെ അച്ചടിച്ചു പോയി എന്ന സ്ഥിതിക്ക് സത്യവേദപുസ്തകത്തോടാണ് നീതി പുലർത്തുന്നെങ്കിൽ വെളിപ്പാടെന്ന് പറയുക. ഏതായാലും ഒരു പാടാണ്, പെടാപ്പാടാണ്. അത്രയും ദീപു മനസ്സിലാക്കുക. ഇപ്പൊ ദീപു റാണി. അപ്പൊ ഈ വെളിപാട് പുസ്തകം 13 അധ്യായം 8 വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ലോകസ്ഥാപനം മുതൽ, ആ വാക്യം ഇങ്ങനെ വേണം വായിക്കാൻ കേട്ടോ, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അപ്പൊ ഈ ലോകസ്ഥാപനം മുതൽ എന്നുള്ളത് എവിടെ കൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്? അവിടെയാണ് ഈ കുഴപ്പം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട, അപ്പൊ എന്നിട്ട് മനസ്സിലാക്കാണ് ഈ കുഞ്ഞാട് അറുക്കപ്പെട്ട എവിടെയാ? ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട. ആ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട എന്ന് ബൈബിൾ പറയുന്നില്ല. അവിടെ പറയുന്നത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ. അപ്പൊ ജീവപുസ്തകത്തിന്റെ വിശേഷണമാണ് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെതാണത്. ദ ബുക്ക് ഓഫ് ലൈഫ് ബിലോങ്സ് ടു ദ ലാം ഹൂ സ്ലെയിൻ.
അപ്പൊ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെതാണ് ജീവപുസ്തകം. ആ ജീവപുസ്തകത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടുന്നുണ്ട്. ലോകസ്ഥാപനം മുതൽ പേരെഴുതി കാണാത്തവരെ പറ്റിയാണ് പറയുന്നത്. അപ്പം ജീവപുസ്തകത്തിന്റെ വിശേഷണമാണ്. ജീവപുസ്തകം ആരുടേതാണ്? അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെതാണ്. അപ്പൊ മനസ്സിലാക്കുന്നത് കുഞ്ഞാട് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടു. എന്നിട്ട് പിന്നെ അതേ തുടർന്ന് എന്തുമാത്രം പ്രസംഗങ്ങളാണെന്നറിയോ? പ്രസംഗങ്ങളോട് പ്രസംഗം, എന്തുമാത്രം പ്രസംഗ. കുഞ്ഞാട് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടു, പാട്ട് വരെയുണ്ട്. അങ്ങനെ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് പാട്ടുമൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു ബൈബിൾ വാക്യം തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ഈ അടുത്തൊരു ദിവസം വളരെ ബഹുമാന്യനായ ഒരു വ്യക്തി ഇതിങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അതേക്കുറിച്ചൊന്ന് പറയാമെന്ന് കരുതിയത്. ഇപ്പൊ നമ്മൾ ഈ ഭാഷ മനസ്സിലാക്കുന്നത്, ഒരു ഉദാഹരണം പറഞ്ഞാല്, ബസിൽ നിന്ന് വീണ ലതയുടെ മാല മാലതിക്ക് കിട്ടി എന്ന് നമ്മൾ പറയുകയാണ്. ബസിൽ നിന്ന് വീണ ലതയുടെ മാല മാലതിക്ക് കിട്ടി. ഈ ബസിൽ നിന്ന് വീണത് ആരാണ്? ബസിൽ നിന്ന് ലത വീണോ അതോ ലതയുടെ മാല വീണോ? അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ബസിൽ നിന്ന് വീണ ലതയുടെ മാല മാലതിക്ക് കിട്ടി. ബസിൽ നിന്ന് വീണ ലതയുടെ മാല മാലതിക്ക് കിട്ടി. ബസിൽ നിന്ന് വീണ ലതയുടെ മാല മാലതിക്ക് കിട്ടി. അപ്പൊ വീണത് ലതയാണ് ബസിൽ നിന്ന്. ലത ബസ്സിൽ നിന്ന് വീണപ്പോൾ മാല മാലതിക്ക് കിട്ടി. അല്ലെങ്കിൽ ബസിൽ നിന്ന് വീണ ലതയുടെ മാല, ഇത് ആരാ വീണേ? ബസിൽ നിന്ന് ലത വീണോ മാല വീണോ? അപ്പൊ അവിടെയാണ് യുക്തമായി വായിക്കുക, ഗ്രഹിക്കുക, യഥാർത്ഥ വേണ്ട സ്ഥലത്ത് കോമ ഇടുക. ഇതൊക്കെ ഒരു കോമ സേവ്സ് എ ലൈഫ്. പണ്ട് ഒരാളെ തൂക്കിക്കൊല്ലാൻ എഴുതി കൊടുത്തു വിട്ടു. ഹാങ് ഹിം, നോട്ട് ലെറ്റ് ഹിം. ഈ കുറിപ്പ് കൊടുത്തിരിക്കുക. കുറിപ്പ് കൊണ്ടുപോകുന്ന ആളെ രാജാവിന്റെ മകൾ വഴിയരികിൽ വെച്ച് കണ്ടു. അപ്പൊ അവനെ കൊല്ലാൻ മനസ്സില്ല. അപ്പൊ കുറിപ്പ് മേടിച്ച് വായിച്ചപ്പോ അതിനകത്ത് ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം രാജാവിന്റെ മകൾ ഒരു കോമ ഇട്ടെന്നാ പറയുന്നത്. അപ്പം ഹാങ് ഹിം, നോട്ട് ലെറ്റ് ഹിം. അപ്പം ഹാങ് ഹിം നോട്ട്, ഒരു കോമ കിട്ടും. അപ്പൊ അവിടെ കൊണ്ട് കത്ത് സൈന്യാധിപന്റെ കൊടുത്തപ്പോ എന്താ? ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം. അവനെ തൂക്കി കൊല്ലരുത്, വിട്ടയച്ചേക്കാൻ. അങ്ങനെ ആളെ വിടുവിച്ചൊരു കോമ ഉപയോഗിച്ച് ഒരാൾ രക്ഷപ്പെട്ടത്. അപ്പൊ അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഈ ബൈബിളിലെ ഈ വാക്യം ധാരാളം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ അബദ്ധം വിളിച്ചു പറയുന്നുണ്ട്. ലോകസ്ഥാപനം മുതൽ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അപ്പൊ ജീവന്റെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്, ബുക്ക് ഓഫ് ലൈഫ്. അപ്പൊ അതേക്കുറിച്ച് നമ്മൾ ബൈബിളിൽ പല സ്ഥലത്ത് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിൽ അവന്റെ ദൂതന്മാരുടെ മുമ്പിൽ അവന്റെ പേർ ഏറ്റു പറയും. വെളിപ്പാട് 3:5. വെളിപ്പാട് പുസ്തകം 20 12-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, മറ്റൊരു പുസ്തകം തുറന്നു, ജീവപുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. വെളിപ്പാട് 20:15 എഴുതിയിട്ടുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ പിന്നെ വെളിപാട് 22:19 പിന്നെ ഫിലിപ്പിലേർ 4:3 ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ നമ്മൾ ഈ ജീവപുസ്തകത്തെ പറ്റി കാണുന്നുണ്ട്. ഇപ്പൊ ഈ നമ്മൾ വായിച്ച വെളിപാട് പുസ്തകം 13:8 അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ വെളിപാട് പുസ്തകം 13:8 ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ചിലർക്ക് മനസ്സ് ശരിയാണോ എന്ന് തോന്നിയിട്ടുണ്ട്. നമുക്ക് അല്പം കൂടെ വിശദമായിട്ട് അതിനെ പരിശോധിക്കാം. വെളിപാട് പുസ്തകം 13:8 വായിക്കാം, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണില്ലാത്ത ഭൂവാസികളൊക്കെ എന്നെ നമസ്കരിക്കും. അപ്പൊ ഞാൻ പറയാണ്, ലോകസ്ഥാപനം മുതൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതുന്നുണ്ട്. അല്ലാതെ ലോകസ്ഥാപനം മുതൽ കുഞ്ഞാട് അറുക്കപ്പെടുന്നില്ല. ഇപ്പൊ തർക്കമാണ്.
ലോകസ്ഥാപനം മുതൽ നടക്കുന്നത് എന്താണ്? ലോകസ്ഥാപനം മുതൽ നടക്കുന്നത് രണ്ട് കാര്യങ്ങൾ അവിടെ. ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്നൊരു പ്രോസസ്സും ഉണ്ട്, കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്നൊരു പ്രോസസ്സും ആ വാക്യത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ ഗ്രഹിക്കുന്നത് ലോകസ്ഥാപനം മുതൽ കുഞ്ഞാട് ഇങ്ങനെ അറുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സത്യത്തിൽ ആ വാക്യം ഉദ്ദേശിക്കുന്നത് ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാൻ തുടങ്ങി. അപ്പൊ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കി. അതായത് നമുക്ക് മറ്റൊരു വാക്യം ഞാൻ വായിക്കാൻ പോവാം. ആ വാക്യം വായിക്കുമ്പോൾ കുറെ കൂടെ ഈ വാക്യത്തിന് വിശദീകരണമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് 17:8. ഈ ആദ്യം വായിച്ച 13:8. ഇനി 17:8 വായിക്കാം. വെളിപാട് പുസ്തകം 17:8. അവിടെ എഴുതിയിരിക്കുകയാണ്, ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. മനസ്സിലായോ? അപ്പൊ 13-ാം അധ്യായം 8-ാം വാക്യത്തിലെ ആ സംശയം 17-ാം അധ്യായം 8-ാം വാക്യം വരുമ്പോ നിവാരണം ചെയ്യപ്പെടുകയാണ്. അപ്പൊ ബൈബിൾ ശരിയായി വായിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അബദ്ധ ചിന്തകളിലേക്ക് വന്ന് വീഴുന്നത്. ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസി. 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അത് തന്നെ 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ റിപ്പീറ്റ് ചെയ്യാണ്, ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ അത് കണ്ട് അതിശയിക്കും. അപ്പൊ 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ ജീവപുസ്തകത്തിന്റെ വിശേഷണം കൊടുത്തിട്ടില്ല. ജീവപുസ്തകതേ ഉള്ളൂ. ആ ജീവപുസ്തകം ആരുടെ ആണെന്നില്ല. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെതാണ് ജീവപുസ്തകം, അല്ലെ കുഞ്ഞാടിൻ്റെതാണ് ജീവപുസ്തകം. ഇനി നിങ്ങൾ 13-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പം ഈ അറുക്കപ്പെട്ട എന്നുള്ളതിന്റെ മുകളിലൊരു വിരൽ വെച്ചൊന്ന് വായിക്കും. വെളിപ്പാട് പുസ്തകം 13:8. ഈ അറുക്കപ്പെട്ട എന്നുള്ള അവിടെയോട്ട് വിരൽ വെച്ച് ബാക്കി വായിക്കുക. ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. സോ ക്ലിയർ. അപ്പൊ ഈ കുഞ്ഞാടിന്റെ വിശേഷണമാണ് അറുക്കപ്പെട്ടു എന്നുള്ളത്. എന്നറുക്കപ്പെട്ടു എന്ന് അവിടെ പറയുന്നില്ല. ഇതാണ് നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണ. അതുകൊണ്ട് നിങ്ങൾ ആ വാക്യം വായിക്കുമ്പം ഈ അറുക്കപ്പെട്ട എന്നുള്ളതിന്റെ മുകളിലോട്ട് ഈ വിരൽ വെച്ച് വായിക്കണം. ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഇതേ ആശയം 17:8 പറയാണ്. അവിടെ കുഞ്ഞാടുമില്ല, അറുക്കപ്പെട്ടതുമില്ല, ജീവപുസ്തകം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ സംശയം വരുന്നില്ല. അപ്പം ആ വാക്യത്തെ ഈ വാക്യം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഈ ലോകസ്ഥാപനം മുതൽ എന്നുള്ളത് എന്തിനെ കുറിച്ചാ പറയുന്നത്? ജീവപുസ്തകത്തിൽ പേരെഴുതുന്നതിനെ കുറിച്ചാണ്. 17:8 വീണ്ടും ഞാൻ വായിക്കുന്നു. വെളിപാട് പുസ്തകം 17:8 അവിടെ എഴുതിയിരിക്കുന്നു, ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരുന്ന ഭൂവാസികൾ അതിനെ കണ്ട് അതിശയിക്കും. സെയിം കാര്യമാണ്. അപ്പൊ ലോകസ്ഥാപനം മുതൽ ഒരിക്കലും കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത് മനസ്സിലാക്കണം. പല ആളുകളും ഈ അബദ്ധം പറയുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ കഴിഞ്ഞ ദിവസം ഇത് പറയുന്നത് ഞാൻ കണ്ടതുകൊണ്ടാണ് ഈ വിശദീകരണം വീണ്ടും ഞാൻ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാക്യം പത്രോസ് ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം. നമ്മൾ അവിടെ ഒരു വാക്യം നമ്മൾ പരിശോധിക്കുക. 1 പത്രോസ് 1:19. 1 പത്രോസ് 1:19. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകും. ഇവിടെ നമുക്കൊരു സംശയം വരുന്ന ഒരു വാക്യമാണ്. പത്രോസ്
1 പത്രോസ് 1:20, 19 അല്ല 20, 1 പത്രോസ് 1:20. അപ്പൊ അവിടെ നമ്മൾ വായിക്കുകയാണ്, അവിടെ നമ്മൾ വായിക്കുകയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പ് മുന്നറിയപ്പെട്ടവൻ. He indeed was foreordained before the foundations of the world, but was manifested in these last times for you. ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും, മനസ്സിലാവും, ശ്രദ്ധിച്ച് കേൾക്കണം, ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും, അടുത്തത് ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. He was foreordained before the foundations of the earth was laid, but was revealed in these last days. അപ്പം ലോകസ്ഥാപനത്തിനു മുമ്പേ അവൻ അറിയപ്പെട്ടവനാണ്, പക്ഷേ അവൻ വെളിപ്പെട്ടത് ഈ അന്ത്യകാലത്താണ്. ഇപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ വെളിപ്പെട്ടിട്ടില്ല. ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിലാണ് പേരെഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നിന്ന് വളരെ വ്യക്തമായി നമ്മൾ വായിച്ച് ഗ്രഹിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് വളരെ നമ്മൾ ശ്രദ്ധാപൂർവ്വം, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയം, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഈ അന്ത്യകാലത്ത് അവൻ വെളിപ്പെട്ടു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, when the fullness of time had come, God sent forth his son, born of a woman. When time had fully come, God sent his son, under the law, born of a woman. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അല്ലാതെ പുത്രൻ ലോകസ്ഥാപനം മുതൽ ഇങ്ങനെ അറുക്കപ്പെടല്ല. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. ഇനി ഇതോട് ചേർത്ത് വായിക്കാൻ നിങ്ങൾക്ക് മറ്റൊരു വാക്യം ഞാൻ കാണിച്ചു തരാം. എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. ഇപ്പൊ ലോകസ്ഥാപനം മുതൽ അവൻ അറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദിനം പ്രതി അറുക്കപ്പെടണം. അതിന്റെ ആവശ്യം അവനില്ല. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. അപ്പൊ ക്രിസ്തുവിന്റെ യാഗം ഒരിക്കലായിട്ട് സംഭവിച്ചതാണ്. ഇനി അതിനോട് ചേർത്ത് നമ്മൾ അടുത്ത വാക്യം വായിക്കുകയാണ്. അത് എബ്രായ ലേഖനം തന്നെയാണ്, 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ എബ്രഹാം കെ ജോൺ ഒരു പോസ്റ്റ് ഇടായിരുന്നു. പാപമോചനത്തിലുള്ള മാമോദിസ ഒരിക്കൽ മാത്രമാണോ, ഒന്ന് മാത്രമാണോ? അപ്പൊ ഞാൻ എഴുതിയത് രണ്ടും ശരിയാണ്. അപ്പൊ ഇത് ഒരിക്കൽ മാത്രമാണ്. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് വേണ്ടി സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇപ്പൊ ഇത് രണ്ട് വാക്ക് 7-ാം അധ്യായവും 10-ാം അധ്യായവും ഒരുപോലെ പറയുന്നു. അവൻ ഒരിക്കലാണ് ആ യാഗം നടത്തിയത്, ഒരു പ്രാവശ്യം മാത്രമാണ്. ഇനി ഇതിന്റെ ഒരു ഫൈനൽ കൺക്ലൂഷനായിട്ട് അതിന്റെ 9-ാം അധ്യായം 25-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 9:25. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ
കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. ഇപ്പൊ എത്ര വാക്യങ്ങളായി? 3-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ യാഗം തുടർച്ചയായിട്ടുള്ളതല്ല, കൂടെ കൂടെയുള്ളതല്ല, പല പ്രാവശ്യമുള്ളതല്ല, ദിനം പ്രതി ഉള്ളതല്ല, ഒരിക്കലായി 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 ഏകയാഗം ഏകയാഗം ഒരിക്കലായി നടത്തി. എന്നിട്ട് പറയാണ് 26-ാമത്തെ വാക്യം, നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കുന്ന കൺക്ലൂഡിംഗ് പോയിന്റ് ആണ് എബ്രായ ലേഖനം 9:26. എബ്രായ ലേഖനം 9:26 അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെയായാൽ നമ്മുടെ ആ പ്രയോഗം അവിടെ വരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏതാ? വെളിപാട് 13:8 പ്രയോഗം ഇവിടെ വരികയാണ്. 9:26. അങ്ങനെയായാൽ ലോകസ്ഥാപനം വരുന്നു. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. ഈ പോപ്പുലർ അണ്ടർസ്റ്റാൻഡിങ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടു എന്നുള്ളതാ. ബൈബിൾ തന്നെ ഇതിനെ കൗണ്ടർ ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയായാൽ അവൻ ലോകസ്ഥാപനം മുതൽ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പൊ യേശുക്രിസ്തുവിന്റെ ആ പ്രത്യക്ഷത, അപ്പം പത്രോസിന്റെ 1 പത്രോസ് 1:20 പറയാണ്, ലോകസ്ഥാപനത്തിനു മുമ്പ് അവൻ മുന്നറിയപ്പെട്ടവനും ലോകാവസാനത്തിങ്കൽ വെളിപ്പെട്ടവനുമാകും. ഇവിടെ പറയാണ് ലോകാവസാനത്തിങ്കൽ അവൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. ഈ ലോകാവസാനം എന്ന് നമ്മുടെ ബൈബിളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്, യഥാർത്ഥ തർജ്ജമ വന്നാൽ യുഗാവസാനം എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഇവിടെ ഒരിക്കലും കോസ്മോസ് അല്ല അവസാനിക്കുന്നത്, ഒരു പീരീഡ് ഓഫ് ടൈമാണ് ആ യുഗത്തിന്റെ അവസാനം. ന്യായപ്രമാണത്തിന്റെ ഒരു അവസാനം കുറിച്ചുകൊണ്ട് ദ ലോസ് ആൻഡ് പ്രോഫറ്റ്സ് വെയർ അൻറ്റിൽ ജോൺ, ലൂക്കോസ് സുവിശേഷം 16:16. അപ്പം അവിടെ നമ്മൾ വായിക്കുകയാണ്, എബ്രായർ 9:26 ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് അത് തെറ്റാണ്. ലോകസ്ഥാപനം മുതൽ കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടില്ല. കുഞ്ഞാട് അറുക്കപ്പെട്ടത് കാലാവസാനത്തിങ്കൽ ഒരിക്കലായി ഗോകുൽഥായുടെ മുകളിൽ അവൻ അർപ്പിക്കപ്പെട്ടു. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ടൈം ആൻഡ് സ്പേസ്. ടൈം ആൻഡ് സ്പേസ് ഈ കാലത്തിലേക്ക് ഇറങ്ങി വന്ന് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ക്രിസ്തു സംഭവത്തെ അയഥാർത്ഥവൽക്കരിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇങ്ങനത്തെ കെട്ടുകഥകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ യേശുക്രിസ്തു വാസ്തവമായും മനുഷ്യനായി ഈ സമയത്തിലേക്ക്, നമ്മുടെ കാലത്തിലേക്ക്, നമ്മുടെ കലണ്ടറിലേക്ക് ഇറങ്ങി വന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ കുരിശിൽ മരിച്ചു. ഈ സത്യത്തെ വികലമാക്കാൻ പിശാച് ശ്രമിക്കുന്നതിന്റെ പല ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ വാക്യത്തെ കൂട്ടിയിട്ട് ഹൈലി സ്പിരിച്വൽ ആക്കിയിട്ട് ലോകസ്ഥാപനം മുതൽ അവൻ അറുക്കപ്പെട്ടു എന്നെല്ലാം പറഞ്ഞ്, അതൊക്കെ തെറ്റാണ്, ഹെരസിയാണ്. ലോകസ്ഥാപനം മുതലൊന്നും അവൻ അറുക്കപ്പെട്ടില്ല. ഇവർ ഈ വൈബ്രേഷനൊക്കെ ഇട്ട് പറയുന്നത് കേട്ടിട്ട് സത്യത്തിൽ ചില സുറിയാനിക്കാരും ഇതൊക്കെ തെറ്റിദ്ധരിച്ച് വിശ്വസിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിശദീകരണം തന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരിക്കലായി ലോകത്തിൽ പ്രത്യക്ഷനായി. മനുഷ്യ ചരിത്രത്തിലേക്ക്, മനുഷ്യന്റെ മണ്ഡലത്തിലേക്ക്, മനുഷ്യന്റെ സമയത്തിലേക്ക് മനുഷ്യനായി അവൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഇറങ്ങി വന്നു. സമയത്തിനും കാലത്തിനും ഒക്കെ അതീതനായവൻ, വൺ ഹൂ ഈസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. ഈ സ്റ്റെപ്പ് ഡൗൺ ഇൻ ടു അവർ ടൈം ആൻഡ് സ്പേസ്. നമ്മുടെ സമയത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. ഗോഡ് സെൻഡ് ഹിം ടു അവർ ടൈം, ടു അവർ സ്പേസ്. അതുകൊണ്ടാണ് വെൻ ടൈം ഹാഡ് ഫുള്ളി കം ഗോഡ് സെൻഡ് ഹിസ്. കാലം അതിന്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ നമ്മുടെ കലണ്ടറിലേക്ക് ഇറങ്ങി വന്നു. അപ്പം ഇത് തെറ്റിച്ചു പറയുന്ന ഓർത്തഡോക്സ്കാർ അല്ലെങ്കിൽ സുറിയാനിക്കാരൊക്കെ ഇത് തെറ്റിച്ചു പറയുന്നു.
അവരും ഈ പോപ്പുലർ ഇവാഞ്ചലിക്കൽ അബദ്ധ പ്രചരണങ്ങളിൽ വീണിട്ട് ആവേശപ്രസംഗം നടത്തുന്നത് ഞാൻ 2-3 യൂട്യൂബിൽ കേട്ടു. അതുകൊണ്ടാണ് ഈ വിശദീകരണം തരുന്നത്. ഒരിക്കലും ഒരു സുറിയാനിക്കാരന്റെ വിദൂര ചിന്തയിൽ പോലും ഈ ഹെരസി വരാൻ പാടില്ല. ഈ ഹെരസി ഒരു സുറിയാനിക്കാരന്റെ വിദൂര ചിന്തയിൽ പോലും വരാൻ പാടുള്ളതല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ അബദ്ധങ്ങൾ പറയാതിരിക്കത്തക്ക വിധത്തിലാണ് പിതാക്കന്മാർ പ്രാർത്ഥനകളും ക്രമങ്ങളും എല്ലാം നമുക്ക് ക്രമീകരിച്ചു തന്നിട്ടുള്ളൂ. അപ്പം നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയും ഇത്തരം അബദ്ധങ്ങൾ വിളിച്ചു പറയത്തില്ല. കാരണം ഉദാഹരണം പറഞ്ഞാല് നിക്യാ വിശ്വാസ പ്രമാണം ദിവസവും കുറഞ്ഞത് 2 പ്രാവശ്യം ചൊല്ലുന്നതാണ് ഓരോ സത്യവിശ്വാസി. ഇനി നിത്യപ്രാർത്ഥനയൊന്നുമില്ല, ചൊല്ലിയില്ലെങ്കിലും പള്ളി ചെല്ലുമ്പോഴെങ്കിലും കേൾക്കുന്നതാണല്ലോ. അപ്പൊ അവിടെ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിന്റെ ഇങ്ങനെ ആ പുത്രനെ വർണ്ണിച്ചു വന്ന് മുന്നോട്ട് വരെ പറയാണ്. അവൻ മനുഷ്യനായിട്ട് എന്ത് ചെയ്തു? വളരെ ക്രൂഷ്യലായ ഒരു സ്റ്റേറ്റ്മെന്റ് നിക്യാ വിശ്വാസ പ്രമാണത്തിൽ പിതാക്കന്മാർ എഴുതി ചേർത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ പറയാണ്, പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. ലോകസ്ഥാപനത്തിൽ മുതലൊന്നുമല്ല. ഇപ്പൊ നിക്യാ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സത്യവിശ്വാസികൾ ഇത്തരം അബദ്ധങ്ങൾ ഏറ്റുപറയരുത്. എനിക്ക് വളരെ വിഷമം വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ചില പുരോഹിതന്മാരും ഇത് പറയുന്നത് ഞാൻ കണ്ടു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടു. ഇപ്പൊ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടെന്നുള്ളത് സത്യവിശ്വാസമല്ല. സത്യവിശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. അപ്പൊ ഭാവിയിൽ ഇത്തരം അബദ്ധങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പിതാക്കന്മാർ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ വിശ്വാസ പ്രമാണത്തിൽ ഒരു ജാതീയ രാജാവിന്റെ പേര് എഴുതി ചേർത്തിരിക്കുകയാണ്. അല്ല നീ ഇത്ര ഊളത്തരം വിളിച്ചു പറയല്ലേ ലോകസ്ഥാപനം മുതലാന്ന്. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ നമ്മുടെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ദിവസവും ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിൽ ഈ പീലാത്തോസിന്റെ പേര് എഴുതി വെച്ചിരിക്കും. മനസ്സിലായോ? സുറിയാനിക്കാര് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പേരാണ് പീലാത്തോസിന്റെ. കാരണം ദിവസം 7 പ്രാവശ്യം പറയണം. ഇപ്പൊ പ്രാർത്ഥന 2 ആക്കിയിരിക്കുന്നുണ്ട്, 2 പ്രാവശ്യം മിനിമം പറയണം. അപ്പൊ ഒരു സുറിയാനിക്കാരൻ ഓരോ നിത്യപ്രാർത്ഥന കണക്ക് കൂട്ടിയാൽ തന്നെ ഒരു വർഷം ചുരുങ്ങിയത് 1000 പ്രാവശ്യം ഈ പീലാത്തോസിന്റെ പേര് എടുത്തു പറയുന്നു. ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പീലാത്തോസിന്റെ പേര് എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് ലോകസ്ഥാപനം മുതൽ ഒരു മായക്കാഴ്ചയായിട്ടും അല്ലെങ്കിൽ ഒരു സാങ്കല്പിക ലോകത്തിൽ നിരന്തരമായി ആവർത്തിച്ച് അറുക്കപ്പെട്ടുകൊണ്ടിരുന്ന അത്തരം ബോഷ്കല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ പിതാക്കന്മാർ ഒരിക്കലായി നമുക്ക് ഏൽപ്പിച്ചു തന്ന സത്യവിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കണം. അതെന്താണ്? പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. അവൻ ടൈം ആൻഡ് സ്പേസിലേക്ക് വന്നു. അതാണ് ബൈബിൾ ഉറപ്പ് നൽകുന്നത്, തിരുവെഴുത്തുകൾ ആവർത്തിച്ച് നമ്മളോട് പറയുന്നത്. മറ്റേ ഈ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ കോമ ഇല്ലാതെ വായിച്ചിട്ട് ദുർവ്യാഖ്യാനവുമായിട്ട് ഇവരിറങ്ങുകയാണ്. ഇങ്ങനെയാണ് ഇവരുടെ ഉപദേശങ്ങൾ മുഴുവൻ. അതായത് ഈ പോപ്പുലർ ഗോസ്പലിലെ ഓരോ ആശയങ്ങളും അല്ലെ പെന്തക്കോസ്ത് ദൈവശാസ്ത്രത്തിലെ എല്ലാ ആശയങ്ങളും ഇത്തരത്തിൽ അടിസ്ഥാനമില്ലാതെ ബൈബിൾ വാക്യങ്ങൾ കോട്ടി മാറ്റി ഉണ്ടല്ലോ കൊണ്ടുവരുന്ന ഒരു പെന്തക്കോസ്റ്റൽ പ്രയോഗം കേട്ടോ. കോട്ടി മാറ്റി. അപ്പൊ ഈ ഇവരിങ്ങനെ കോട്ടി മാറ്റുന്നു. അപ്പൊ നമ്മളിത് വളരെ കൃത്യമായി ഇത് മനസ്സിലാക്കുക. വെളിപാട് പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ലോകസ്ഥാപനം മുതൽ മര്യാദയ്ക്ക് വായിക്കണം. ആദ്യം തന്നെ സ്കൂളിൽ പോകുമ്പോൾ നാക്ക് നല്ലപോലെ വടിക്കാൻ പഠിക്കണം, അക്ഷരം നല്ലപോലെ ചൊല്ലി പഠിക്കണം. ഇതൊന്നുമില്ല. നേരാവണ്ണം സ്കൂളിൽ പോയിട്ടുള്ളവരൊന്നല്ല ഈ ഇവന്മാരുടെ തിയോളജി ഉണ്ടാക്കുന്നത്. അതാ ഈ പ്രശ്നം.
ഒരു വാക്യം വായിച്ചു കഴിയുമ്പോൾ അതിന്റെ ഘടന വായിച്ചിട്ട് ഇത് എവിടെയാണ് നിർത്തേണ്ടത്, എവിടെയാണ് കോമ ഇടേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കണം. അവിടെ വായിക്കേണ്ടത് എങ്ങനെയാണ്? ലോകസ്ഥാപനം മുതൽ, അങ്ങനെ വേണം. അവിടെയാണ് പോസ്റ്റ്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കണ്ടിട്ടില്ലാത്ത ഭൂവാസികൾ, അങ്ങനെ വായിക്കാൻ ക്ലിയറാണ്. അതിനുവരെ വായിക്കുന്നത് എങ്ങനെയാ? ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ, പോയില്ലേ? ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടല്ലത്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ വായിക്കേണ്ട രീതിയിൽ വായിക്കണം. നിങ്ങൾക്ക് അത്യാവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഓരോ ഈർക്കിൽ ഞാൻ അയച്ചു തരാം. നാക്കൊക്കെ നല്ലപോലെ പഠിക്കുക, എന്നിട്ട് ഇതൊക്കെ വായിച്ച് പഠിക്കുക. അപ്പം ലോകസ്ഥാപനം മുതൽ അഡ്രസ്സുകൾ ഇവിടെ ഇട്ടാൽ മതി. നമ്മുടെ നാട്ടിലുള്ള പ്രേക്ഷകരെ കൊണ്ട് ഞാൻ ഈർക്കിലുകൾ അയപ്പിക്കുന്നതായിരിക്കും. അപ്പം ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട, അങ്ങനെ അല്ലടാ, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതുക. അപ്പൊ കുഞ്ഞാട് അറുക്കപ്പെട്ടു. എന്നാ കുഞ്ഞാട് അറുക്കപ്പെട്ടത്? കുഞ്ഞാട് അറുക്കപ്പെട്ടത് പലപ്പോഴും അവൻ കഷ്ടം അനുഭവിക്കണം. നിന്റെ ഊളൻ ഉപദേശം വെച്ചാണെങ്കിൽ വെളിപാട് പുസ്തകത്തിന്റെ എബ്രായ ലേഖനം 9-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയാം, അങ്ങനെ ആയാൽ, എങ്ങനെയായാൽ, നീ പറയുന്നത് പോലെ ആയാൽ, അങ്ങനെ ആയാൽ, എടാ മണ്ട, നീ പറയുന്നത് പോലെ ആണെങ്കിൽ, അതിന് ഉത്തരം തേണ്ട 9:26 വായിക്കണം. എബ്രായർ 9:26 പറയാണ്, അങ്ങനെയായാൽ, എങ്ങനെയായാൽ, നീ പറയുന്നത് പോലെ ആയാൽ, അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. ലോകസ്ഥാപനം മുതൽ ഇങ്ങനെ അറുക്കപ്പെടുകയല്ലേ? ലോകസ്ഥാപനം മുതലൊന്നും അവൻ അറുക്കപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ കാലാവസാനത്തിങ്കൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ആ ഒരിക്കൽ എന്താണെന്നാണ് നിക്യാ വിശ്വാസ പ്രമാണം പറയുന്നത്. അത് പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ്. അവിടെയാണ് നമ്മുടെ വിശ്വാസം. ഒരിക്കലാണ്. പാപമോചനത്തിനുള്ള മാമോദിസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഒന്ന് മാത്രമേ ഉണ്ടെന്ന് പറഞ്ഞാലും തെറ്റില്ല. അത് മനസ്സിലാക്കേണ്ട ഇതാ ഏക യാഗത്തെ മനസ്സിലാക്കുക. എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു വല്ലാത്ത ഗ്രഹണമായിപ്പോയി. ഈ ഒരു 13-ാം അധ്യായം 8-ാമത്തെ വാക്യം വെച്ച് അത് വെച്ച് ഇത്ര പ്രസംഗങ്ങളാണ് ഉണ്ടാക്കി. എന്തുമാത്രം ആളുകളാ പ്രസംഗിക്കുന്നറിയോ? ഒരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ട്. ഒരു വൈബ്രേഷൻ കേട്ടോണം, അതിന് വൈബ്രേഷൻ ഇട്ടിട്ടാണ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞോട്. എന്നിട്ടേന് ഇത് പറഞ്ഞു മുഴുവിപ്പിക്കാൻ വേണ്ടി താഴെ ഇരിക്കുന്നു, ഇത് കേട്ട് അപ്പുറത്തൊക്കെ ഇരിക്കുന്ന പാവം യാക്കോബായിലെ അച്ഛനും പറ്റി പേടിച്ച് അച്ഛനും ഓർക്കും നേരായിരിക്കും. അപ്പൊ അച്ഛനും പറയാണ് ലോകസ്ഥാപനം. എന്താ അറിഞ്ഞിട്ടേ പറയുന്നു? ആദ്യം വിശ്വാസ പ്രമാണം പഠിക്കണം. വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ. ഭാവിയിൽ ഇങ്ങനത്തെ ആളുകളൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കാനുള്ള ഇത്തരം മണ്ടത്തരങ്ങൾ പറയുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പിതാക്കന്മാർ അങ്ങനെ എഴുതി വെച്ചത്. അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ ഉറയ്ക്കണം. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓരോ സത്യവിശ്വാസികളും വിശ്വാസ പ്രമാണം കാണാതെ പഠിച്ചാൽ മാത്രം പോരാ. വിശ്വാസ പ്രമാണത്തിലെ ഓരോ സ്റ്റേറ്റ്മെന്റിന്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കണം. അധികം ഒന്നും പഠിക്കണ്ട, വിശ്വാസ പ്രമാണം മാത്രം പഠിച്ചാൽ മതി. വളരെ കൃത്യമായിട്ടല്ല. അതിനകത്ത് ട്രിനിറ്റി ഉണ്ട്, അതിനകത്ത് സോറ്റീരിയോളജി ഉണ്ട്, അതിനകത്ത് എസ്കറ്റോളജി ഉണ്ട്, അതിനകത്ത് എക്ലീഷിയോളജി ഉണ്ട്. എന്തോളജി ഇല്ലാത്തത്? തിയോളജി പഠിക്കണം. തിയോളജി നോക്ക്, തിയോളജിയാണ് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദാറ്റ്സ് തിയോളജി. ദൈവശാസ്ത്രം. ദൈവമാണ് ക്രിയേറ്റർ ഓഫ് ഓൾ തിങ്സ്, സീൻ ഓർ അൺസീൻ. അപ്പം ദൈവശാസ്ത്രം. ക്രിസ്റ്റോളജി പഠിക്കണോ? 2nd ചാപ്റ്റർ നോക്ക്, ക്രിസ്റ്റോളജിയാണ് ഇൻ എസൻസ്. ന്യൂമാറ്റോളജി, സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് ഉറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും. എക്ലീഷിയോളജി, സഭാവിജ്ഞാനി പഠിക്കണോ? കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും. അപ്പോൾ സഭ എന്താണ്? കാതോലികമാണ്, ശ്ലൈഹികമാണ്, ഏകമാണ്, വിശുദ്ധമാണ്. എക്ലീഷിയോളജി
ഇൻ ഇറ്റ്സ് എസൻസ്. ഇനി എന്താ? എസ്കറ്റോളജി, ഭാവികാല വിജ്ഞാനിയും പഠിക്കണോ? അവിടെ എഴുതിക്കാണ് തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും. അപ്പൊ മഹത്വ പ്രത്യക്ഷത, എസ്കറ്റോളജി. അപ്പൊ എല്ലാ അത്യാവശ്യം അറിയേണ്ട എല്ലാ ഓളജികളും അതിന്റെ എസൻസിൽ ടിങ്ചറായിട്ട് ഈ വിശ്വാസ പ്രമാണത്തിലുണ്ട്. അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഉറയ്ക്കണം. വിശ്വാസ പ്രമാണം കാണാതെ പഠിച്ചാൽ മാത്രം പോരാ, വിശ്വാസ പ്രമാണത്തിന്റെ എസൻസ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കും. അപ്പൊ അവിടെ പറയുകയാണ്, പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. ഈ കുരിശു വരയ്ക്കുന്ന വിശ്വാസി പല ആത്മീക നേതാക്കന്മാരും ഈ അബദ്ധം പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് കേട്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ കേട്ടല്ല, ഞാൻ യൂട്യൂബിൽ കണ്ടു. അവര് പറയാ ലോകസ്ഥാപനം മുതൽ ഇങ്ങനെ ഇറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലോകസ്ഥാപനം മുതൽ ഇങ്ങനെ ഇറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ല, അതൊക്കെ അബദ്ധമാണ്. അതൊക്കെ ഇവാഞ്ചലിക്കൽ ബ്ലണ്ടറാണ്, പെന്റക്കോസ്റ്റൽ ഫൂളിഷ്നെസ് ആണ്. നമ്മൾ പറയരുത്. നമ്മൾ പറയുന്നത് പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു, അവൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അല്ല, ഇവന്മാര് പറയുന്ന പോലെ ആണെങ്കിൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. അങ്ങനെയല്ല എന്ന് എബ്രായർ 9:26 അടിവരയിട്ട് അർത്ഥശങ്കക്കിടയില്ലാതെ ഉറപ്പിച്ചും തറപ്പിച്ചും നമുക്ക് എഴുതി തന്നിരിക്കാം. ഇനി 13-ാം അധ്യായം വെളിപാട് 13:8 നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ 17:8 ചേർത്ത് വായിച്ചാൽ മതി. 17:8 വിശദീകരണമുണ്ട്. ലോകസ്ഥാപനം മുതൽ എന്താണ് സംഭവിച്ചത്? ലോകസ്ഥാപനം മുതൽ ആളുകളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നുണ്ട്. കുഞ്ഞാട് അറക്കപ്പെട്ടത് എപ്പോഴാണ്? പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ. അവൻ ലോകസ്ഥാപനത്തിന് മുന്നറിയപ്പെട്ടവനാണ്. ലോകസ്ഥാപനം മുതൽ അവന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നുണ്ട്. പക്ഷെ ആ കുഞ്ഞാട് എപ്പോൾ അറുക്കപ്പെട്ടു? കുഞ്ഞാട് ടൈം ആൻഡ് സ്പേസിലാണ് അത് സംഭവിച്ചത്. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ടൈം ആൻഡ് സ്പേസ്, നോട്ട് ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ എർത്ത് വാസ് ലേഡ്. ലോകസ്ഥാപനത്തിന് മുമ്പ്, സകല ലോകങ്ങൾക്ക് മുമ്പ്, സമയത്തിന് മുമ്പ് ഈ അറക്കപ്പെടൽ നടന്നിട്ടില്ല. അപ്പൊ ക്രിസ്തു മരിച്ചു എന്നുള്ള സംഭവം ടൈം ആൻഡ് സ്പേസിൽ അല്ല എന്നുള്ളത് ദുരുപദേശമാണ്. ഇത് ടൈം ആൻഡ് സ്പേസിൽ സംഭവിച്ചതാണ്. ഗോഡ് സെൻഡ് ഹിസ് സൺ. വെൻ ടൈം ഹാഡ് ഫുള്ളി കം, ഗോഡ് സെൻഡ് ഹിസ് സൺ. അതുകൊണ്ട് ടൈം ആൻഡ് സ്പേസിലാണ് സംഭവിച്ചത്. അത് എവിടെ സംഭവിച്ചു? അത് ഗാഗുൽത്തായിൽ സംഭവിച്ചു. അത് പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ സംഭവിച്ചു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത് നമ്മളെ വിശ്വാസവുമായും രക്ഷയുമായും ബന്ധപ്പെട്ടതും വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതുകൊണ്ടാണ് നിക്കായിലെ പിതാക്കന്മാർ അങ്ങനെ തന്നെ എഴുതി ചേർത്തത്. നമ്മൾ ഇന്നും അങ്ങനെ തന്നെ ഏറ്റുപറയുന്നത്. ഇത് ദിവസവും ഏറ്റുപറയുന്നവരാണ് ഈ മണ്ടത്തരവും ഉച്ച കഴിഞ്ഞ് പറയുന്നത്. അപ്പൊ തങ്ങൾ ഏറ്റുപറയുന്നത് എന്താണെന്നുള്ളത് വിവേചിക്കുന്നില്ല. ഇത് ചുമ്മാ ഈ തത്ത ചൊല്ലുന്ന പോലെ. ഞങ്ങളുടെ ഇവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു മലയാളിയുടെ വീടാണ്. അവിടെ ഒരു തത്തയുണ്ട്. നമ്മുടെ നാട്ടിലെത്രയല്ല, വേറൊരു ടൈപ്പാവും, നല്ല വലിപ്പമുണ്ട്. അയ്യോ കാണണം കേട്ടോ, വലിയൊരു. ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പറയുന്നതൊക്കെ പറയും. നമ്മുടെ നാട്ടിലെ തത്ത ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് കഴിയുമ്പം റിപ്പീറ്റ് ചെയ്യുന്ന പോലെ അല്ല, ഇത് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെ ഈ തത്ത പറയുന്ന പോലെ നമ്മള് പിന്നെ സർവശക്തികൾ പിതാവായ ആകാശത്തിന്റെ ഭൂമിയുടെ കാണാൻ അങ്ങനെ പറഞ്ഞിട്ടല്ല. അതിന്റെ അർത്ഥം എന്താ? അവിടെ പറയുന്നത് എന്താണ്? പറയുന്നത് പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കും. ഓരോ സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ ഇത് പതിക്കട്ടെ. ഇനിയെങ്കിലും ഈ അബദ്ധം നിങ്ങൾ പറയരുത്, ഇത് കേൾക്കരുത്, ഇത് വിശ്വസിക്കരുത്. ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കേട്ടാൽ അതിപ്പം അച്ഛനായാലും രഹസ്യമായിട്ട് പോയി പറഞ്ഞ് തിരുത്തണം. അതങ്ങനെയല്ല. ലോകസ്ഥാപനം മുതലൊന്നും നമ്മുടെ കർത്താവ് അറുക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ കർത്താവ് ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. അത് പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിലാണ്. അപ്പൊ പിന്നെ ഞങ്ങളെ എഴുതിയ പാട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതെന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിച്ചു. ഏതാ? ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട. ഗബ്രിയേൽ മാല എഴുതുന്ന പാട്ടൊന്നും അല്ലല്ലോ, പൊട്ടന്മാരെഴുതിയല്ലേ, കുഴപ്പമില്ല. അതുകൊണ്ട് ഇങ്ങനത്തുള്ള ഊളം പാട്ടുകളൊക്കെ ഒത്തിരി ആളുകൾ എഴുതുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന പാട്ടുകളൊന്നും വിശ്വസിക്കരുത്. എല്ലാവരും വിചാരം പാട്ടുകൾക്കൊക്കെ എന്തോ പാട്ടുകൾക്കൊക്കെ ആധികാരികതയുണ്ട്. നമ്മുടെ ലിറ്റർജിക്കൽ സോങ്ങിന് ആധികാരികതയുണ്ട്. അല്ലാതെ ഈ വഴിയിലിരിക്കുന്ന രാജപ്പനും തങ്കപ്പനും ഒക്കെ ചുമ്മാ സിനിമാ പാട്ടിന് ട്യൂണിൽ ഓരോ പാട്ട് എഴുതുന്നതിനൊന്നും ആധികാരികതയൊന്നുമില്ല. കാരണം അവൻ കേൾക്കുന്ന പ്രസംഗം വെച്ചാണ് അവൻ പാട്ട് എഴുതുന്നത്. അപ്പൊ ആ ഉപദേശം എന്ന് വെച്ച് പ്രസംഗിച്ചു ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടറക്കപ്പെട്ടെന്ന്. പാട്ട് എഴുതുന്നവൻ അത് കേട്ട് പാട്ട് എഴുതി.
അപ്പം ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തുള്ള അബദ്ധ ഉപദേശങ്ങൾ, അതായത് ഇവരുടെ തിയോളജി മുഴുവൻ ഇത്തരത്തിലുള്ള മിസ്കോൺസെപ്ഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതിൽ നമ്മൾ വരും ദിവസങ്ങൾ ഓരോന്നായിട്ട് പഠിക്കും. അപ്പൊ ഈ 13-ാം അധ്യായം 8-ാമത്തെ വാക്യം എത്രയോ വികലമായിട്ടാണ് അവർ ഗ്രഹിച്ചതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. എബ്രഹാം കെ ജോൺ, ഇവാഞ്ചലിക്കൽ ബ്ലണ്ടർ ആൻഡ് പെന്റക്കോസ്റ്റൽ ഫൂളിഷ്നെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകളയുക, തള്ളിക്കളയുക. ഇവര് ചുമ്മാതെ മണ്ടത്തരം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. ഈ തരത്തിലാണ്. അപ്പൊ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, ബസ്സിൽ നിന്ന് ലത വീണില്ല, മാലയാണ് വീണതെന്ന് ഓർക്കുക. ബസ്സിൽ നിന്ന് വീണ ലതയുടെ മാലതിക്ക് കിട്ടി. ഇപ്പൊ ഇത് നമ്മൾ ഈ പെന്റക്കോസ്റ്റൽ സർക്കിളിലോട്ടിട്ട് ചർച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോഴും ഇവർ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. വീണത് ലതയാണോ മാലയാണോ? വീട്ടിൽ പോടാ പിള്ളേരെ, ലതയല്ല വീണേ, മാല ആ പുല്ലിനിട വീണ അവർക്ക് കിട്ടിയായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ലത സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു, ലതയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അന്നത്തേനും കുറെ പേര് ലതയുടെ നടുവിനിടാൻ പ്ലാസ്റ്ററും ഒക്കെ ആയിട്ട് ലത തളർന്ന് കിടക്കുന്ന ആപ്പിളും ഓറഞ്ചും ഒക്കെ മേടിച്ചോണ്ട് പോവാ. ലത വീണെന്നാ പറയുന്നത്. ലത വീണില്ല. അപ്പൊ ബസ്സിൽ നിന്ന് വീണ ലതയുടെ മാലതിക്ക് കിട്ടി. നിങ്ങൾ ഇനി ചിന്തിക്കുക, ബസ്സിൽ നിന്ന് വീണ ലതയാണോ മാല? അപ്പൊ ലോകസ്ഥാപനം മുതൽ, വെളിപാട് പുസ്തകം 13:8, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ അതിനെ നമസ്കരിക്കും. ക്ലിയർ അല്ലേ? ഇങ്ങനെയാ വായിക്കേണ്ടത്. അപ്പൊ ആ വെളിപാട് 13:8 വായിക്കേണ്ടത് ഇങ്ങനെയാണ്: ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ അതിനെ നമസ്കരിക്കും. അതിന് പകരം ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ, ഇങ്ങനെയൊക്കെ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി തീരും. അപ്പം മനസ്സിലാക്കുന്നില്ല, ലോകസ്ഥാപനം മുതൽ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പിന്നെ അടുത്തവൻ അതിന് വീണ്ടും കളർ കൊടുക്കുക, അടുത്തവൻ വീണ്ടും കളർ കൊടുക്കുക. അവസാനം ലോകസ്ഥാപനം മുതൽ ഇങ്ങനെ അറക്കപ്പെട്ടു, പീസായിട്ട് അറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇപ്പോഴും അറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ അല്ലേ? ഇപ്പോഴും അറക്കപ്പെട്ടുകൊണ്ടിരിക്കും. അത് അറക്കപ്പെടൽ നിന്ന് എന്താന്നുകൂടെ ഒന്ന് പറയണം. ഈ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെടുന്ന അവരോട് ചോദിക്കണം, ഇത് എന്നാ നിന്നെന്ന് ചോദിക്കണം. അതാ ലോകസ്ഥാപനം മുതൽ ഇങ്ങനെ അറക്കപ്പെടാൻ തുടങ്ങിയിട്ട് അറക്കപ്പെട്ട ആ അറക്കപ്പെടൽ നിന്നോ അതോ ഇപ്പോഴും അറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് അവരോട് ചോദിക്കുക. അപ്പൊ നമ്മൾക്ക് സുബോധമുള്ള ആളുകൾ, സത്യവിശ്വാസികൾ, ഇൻ ദയർ റൈറ്റ് സെൻസ്, ദേ റീഡ് ബൈബിൾ ലൈക്ക് ദിസ്. അവർ വായിക്കും വെളിപാട് പുസ്തകം 13:8. അവർ വായിക്കുകയാണെങ്കിൽ വായിക്കും ലോകസ്ഥാപനം മുതൽ. നമുക്ക് സമാധാനം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഇട്ടിരിക്കുക. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ അതിനെ നമസ്കരിക്കും. അത്രയേ ഉള്ളൂ. അതിൽ സംശയം ഉണ്ടെങ്കിൽ 17:8 വായിക്കുക. അവിടെ പിന്നെയും സംശയം വരുന്നുണ്ടെങ്കിൽ എബ്രായ ലേഖനം 9:26 വായിച്ച് സമാധാനം പ്രാപിക്കുക. അല്ലെങ്കിൽ ഗലാത്യർ 4:4, 1 പത്രോസ് 1:20 ഒക്കെ ചേർത്ത് വായിച്ച് പഠിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇങ്ങനത്തിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി സത്യവിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ നിങ്ങൾക്ക് സംഗതിയാകട്ടെ. ഈ ക്രിസ്മസ് സീസണിന്റെ എല്ലാ ആശംസകളും നൽകുന്നു. ഇന്ത്യയിലുള്ളവർക്ക് ഒരു ശുഭദിനം ആശംസിക്കുന്നു. അമേരിക്കയിലെ പ്രേക്ഷകർക്ക് ഒരു ശുഭരാത്രി ആശംസിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.